ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നതിനാൽ സ്വർണ്ണാഭരണങ്ങൾ, മൊബൈൽ ഫോണുകൾ, മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം പോകുവാതെ അവരവർ തന്നെ സൂക്ഷിക്കണം എന്നുള്ള വിവരം അറിയിച്ചുകൊള്ളുന്നു. ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നതിനാൽ സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണുകളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും മോഷണം പോകുവാതെ അവരവർ തന്നെ സൂക്ഷിക്കണമെന്ന് അറിയിച്ചുകൊള്ളുന്നു. വിശ്വപ്രസിദ്ധമായ ചവറ മേജർ ശ്രീ കൊച്ചൻകുളങ്ങര ദേവീ ക്ഷേത്രത്തിലെ ചമയവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ചമയവിളക്കെടുക്കുന്ന ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ചമയവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് വൈകിട്ട് ക്ഷേത്രസന്നിധിയിൽ നിന്നും കെട്ടുകാഴ്ചകൾ കാണുവാനായി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട ദേവി ക്ഷേത്ര മൈതാനിയിലും കടത്താട്ട് വയലിലും കെട്ടുകാഴ്ചകൾ കണ്ടതിനു ശേഷം തിരികെ വന്ന് ക്ഷേത്ര മൈതാനിയിൽ താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്ന കുരുത്തോലപ്പന്തലിൽ കുടികൊള്ളുന്നു. തുടർന്ന് വെളുപ്പിന് 3:30 ദേവി ചമയവിളക്കെടുക്കുന്ന ഭക്തജനങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്ത് കുഞ്ഞാലമൂട്ടിൽ നിന്നും ആറാട്ടിനായി എഴുന്നള്ളുന്നു. ചമയവിളക്കെടുക്കുന്ന ഭക്തജനങ്ങൾക്ക് ആറാട്ടിനായി എഴുന്നള്ളുന്ന ദേവി സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്ത് ക്ഷേത്രത്തിന് കിഴക്കേശമുള്ള ക്ഷേത്രച്ചിറയിൽ ആറാട്ട് കഴിഞ്ഞതിന് ശേഷം ക്ഷേത്ര മൈതാനിയിൽ താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്ന കുരുത്തോലപ്പന്തലിൽ കുടികൊള്ളുന്നു. പ്രസ്തുത ചടങ്ങ് കണ്ട് കൈവണമെങ്കിൽ മാത്രമേ ചമയവിളക്ക് പൂർണ്ണമാകുന്നുള്ളൂ. ആയതിനാൽ ചമയവിളക്കെടുക്കുവാനായി വേഷം ധരിച്ചിരിക്കുന്ന ഭക്തജനങ്ങൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗേറ്റ് വഴി ക്ഷേത്ര മൈതാനിയിലേക്കോ ക്ഷേത്രത്തിന് കിഴക്കുവശമുള്ള കുഞ്ഞാലിമുടിയിലേക്കോ മാറി നിൽക്കണമെന്ന് ഭക്ത്യാദരപൂർവ്വം ദേവീനാമത്തെ അറിയിക്കുകയാണ്. ചമയവിളക്കെടുക്കുന്ന ഭക്തജനങ്ങൾ ക്ഷേത്ര ആചാരങ്ങൾ കൃത്യമായി പാലിച്ചും കേരളീയ തനിമയോടുകൂടിയ വസ്ത്രങ്ങൾ ധരിച്ചു മാത്രമേ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാവൂ എന്നുള്ള വിവരം അറിയിക്കുന്നു. എറണാകുളത്തു നിന്നും ചമയവിളക്ക് മഹോത്സവം കാണുവാനായിട്ട് ചേർന്ന വാവയെ തിരക്കി അമ്പലി ക്ഷേത്രത്തിന്റെ വടക്കേ ഗേറ്റ് സമീപം കാത്തു നിൽക്കുന്നു. വാവ എത്രയും പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിന്റെ വടക്കേ ഗേറ്റ് മുന്നിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. എറണാകുളത്തു നിന്നും ചമയവിളക്ക് മഹോത്സവം കാണുവാനായിട്ട് ചേർന്ന വാവയെ തിരക്കി അമ്പലി ക്ഷേത്രത്തിന്റെ വടക്കേ ഗേറ്റ് സമീപം കാത്തു നിൽക്കുന്നു. വാവ എത്രയും പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിന്റെ വടക്കേ ഗേറ്റ് സമീപം എത്തിച്ചേരണമെന്ന് ദേവീനാമത്തിൽ അറിയിക്കാണ്. വിളക്കെടുക്കുന്നതിനായി വേഷം ധരിച്ചിരിക്കുന്ന ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വേഷം ധരിച്ചുകൊണ്ട് സമയവിളക്കുകളില്ലാതെ ക്ഷേത്ര ദർശനം അനുവദനീയമല്ല. ആയതിനാൽ വേഷം ധരിച്ചിരിക്കുന്ന ഭക്തജനങ്ങൾ നിർബന്ധമായും വിളക്കോടുകൂടി മാത്രമേ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാവൂ എന്നുള്ള വിവരം ഭക്ത്യാദരപൂർവ്വം ദേവീനാമത്തിൽ അറിയിക്കാണ്. ചമയവിളക്കെടുക്കുവാനായി വേഷം ധരിച്ചുകൊണ്ട് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെ ചിത്രങ്ങൾ
മൊബൈൽ ഫോണുകളിലോ ക്യാമറകളിലോ പകർത്തുന്നത് ക്ഷേത്ര കോമ്പൗണ്ടിൽ കർശനമായി നിരോധിച്ചിരിക്കുന്നു. ക്ഷേത്ര ഉപദേശ സൗന്ദര്യ മീഡിയ പാസ് ധരിച്ചവർക്ക് മാത്രമേ ക്ഷേത്ര കോമ്പൗണ്ടിൽ ചിത്രീകരണം അനുവദനീയമുള്ളൂ. ആയതിനാൽ വിളക്കെടുക്കുന്ന ഭക്തജനങ്ങളുടെ ചിത്രങ്ങൾ മൊബൈൽ ഫോണുകളിലും ക്യാമറകളിലും പകർത്തുന്നത് മീഡിയ പാസ് ധരിച്ചവർക്ക് മാത്രമേ ക്ഷേത്ര കോമ്പൗണ്ടിൽ അനുവദിക്കൂ എന്നുള്ള വിവരം എല്ലാ ഭക്തജനങ്ങളെയും അറിയിച്ചുകൊള്ളുന്നു. തിരുവനന്തപുരത്ത് നിന്നും ചമയവിളക്ക് മഹോത്സവം കാണുവാനായി എത്തിച്ചേർന്ന ലക്ഷ്മിയും കുഞ്ഞും അവിടെ തൊഴുതിരിക്കാം. ക്ഷേത്രത്തിന്റെ വടക്കേ ഗേറ്റ് സമീപം ദയവായി ഭക്തജനങ്ങൾ കൂട്ടം കൂടി നിൽക്കരുത്. ക്ഷേത്ര ദർശനത്തിനായി എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം ലഭിക്കുന്നതിന് വേണ്ടി ദർശനത്തിനായി എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ദയവായി വടക്കേ ഗേറ്റിന് മുന്നിൽ ഭക്തജനങ്ങൾ കൂട്ടം കൂടി നിൽക്കരുത് എന്നുള്ള വിവരം അറിയിച്ചുകൊള്ളുന്നു. സമയവിളക്കെടുക്കുന്ന ഭക്തജനങ്ങൾ 100 രൂപയുടെ സംഭാവന കൂപ്പൺ ക്ഷേത്രത്തിന്റെ വടക്കേ ഗേറ്റിന് സമീപമുള്ള കേന്ദ്ര ഉത്സവ കമ്മിറ്റി ഓഫീസിൽ നിന്നോ കൂപ്പണുകളുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന വോളണ്ടിയേഴ്സിന്റെ കൈകളിൽ നിന്നോ വാങ്ങണമെന്ന് കേന്ദ്ര ഉത്സവ കമ്മിറ്റി അറിയിച്ചുകൊള്ളുന്നു. സമയവിളക്കെടുത്തതിന് ശേഷം ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ക്ഷേത്ര കോമ്പൗണ്ടിൽ നിൽക്കുന്ന മുഴുവൻ സമയവിളക്കുകളും ഭക്തജനങ്ങളും ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗേറ്റ് വഴി ക്ഷേത്ര മൈതാനിയിലേക്കോ കുഞ്ഞാലുമൂടിന്റെ ഇരു സൈഡുകളിലേക്കോ മാറി നിൽക്കണമെന്ന് അറിയിക്കുകയാണ്. എറണാകുളത്ത് നിന്നും സമയവിളക്ക് മഹോത്സവം കാണുവാനായി എത്തിച്ചേർന്ന ഹരികൃഷ്ണനെ തിരക്കി സനൽകുമാർ ക്ഷേത്രത്തിന്റെ വടക്കുവശമുള്ള ഗേറ്റിന് സമീപം കാത്തു നിൽക്കുന്നു. ഹരികൃഷ്ണൻ എത്രയും പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിന്റെ വടക്കേ ഗേറ്റ് സമീപം എത്തിച്ചേരണമെന്ന് അറിയിച്ചുകൊള്ളുന്നു. എറണാകുളത്ത് നിന്നും ചമയവിളക്ക് മഹോത്സവം കാണുവാനായി എത്തിച്ചേർന്ന ഹരികൃഷ്ണനെ കാത്ത് സഹോദരൻ സനൽകുമാർ ക്ഷേത്രത്തിന്റെ വടക്കേ ഗേറ്റ് സമീപം കാത്തു നിൽക്കുന്നു. ഹരികൃഷ്ണൻ എത്രയും പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിന്റെ വടക്കേ ഗേറ്റ് സമീപം എത്തിച്ചേരണമെന്ന് അറിയിച്ചുകൊള്ളുന്നു.
സമയവിളക്കെടുക്കുവാനായി എത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെ ചിത്രങ്ങൾ ക്ഷേത്ര കോമ്പൗണ്ടിൽ മൊബൈൽ ഫോണുകളിലോ ക്യാമറകളിലോ പകർത്തുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. ക്ഷേത്ര ഉപദേശക സമിതി നൽകിയ മീഡിയ പാസ് ധരിച്ചവർക്ക് മാത്രമേ ക്ഷേത്ര കോമ്പൗണ്ടിൽ ചിത്രീകരണം അനുവദനീയമുള്ളൂ. ആയതിനാൽ വേഷം ധരിച്ചിരിക്കുന്ന ഭക്തജനങ്ങളുടെ ചിത്രങ്ങൾ മൊബൈൽ ഫോണുകളിൽ പകർത്തുന്നത് ക്ഷേത്ര ഉപദേശക സമിതി നൽകിയ മീഡിയ പാസ് ധരിച്ചവർക്ക് മാത്രമേ അനുവദിക്കൂ എന്നുള്ള വിവരം എല്ലാ ഭക്തജനങ്ങളെയും അറിയിച്ചുകൊള്ളുന്നു. സമയവിളക്കെടുക്കുവാനായി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വിളക്കുകളുമായി ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷം ക്ഷേത്ര കോമ്പൗണ്ടിൽ നിൽക്കുന്ന മുഴുവൻ സമയവിളക്കുകളും ഭക്തജനങ്ങളും ദയവായി ക്ഷേത്രത്തിന്റെ കിഴക്കേക്ക് വഴി ക്ഷേത്ര മൈതാനിയിലേക്ക് കുഞ്ഞാലമ്മൂടിനെ ഈ സൈഡിലേക്ക് മാറി നിൽക്കണം എന്നുള്ള വിവരം അറിയിക്കുന്നു. ക്ഷേത്രത്തിൽ സമയവിളക്ക് മഹോത്സവം പ്രമാണിച്ച് അഭൂതപൂർവമായ ഭക്തജനത്തിലേക്ക് അനുഭവപ്പെടുന്നതിനാൽ ദർശനത്തിനായി എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം ലഭിക്കുന്നതിന് വേണ്ടി ദർശനം കഴിഞ്ഞ് ക്ഷേത്ര കോമ്പൗണ്ടിൽ നിൽക്കുന്ന സമയവിളക്കുകളും ഭക്തജനങ്ങളും ദയവായി ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗേറ്റ് വഴി ക്ഷേത്ര മൈതാനിയിലേക്കോ കുഞ്ഞാലമ്മൂടിന് ഇരു സൈഡുകളിലേക്കോ മാറി നിൽക്കണമെന്നുള്ള വിവരം അറിയിച്ചുകൊള്ളുന്നു. വിളക്കെടുക്കുവാനായി വേഷം ധരിച്ചുകൊണ്ട് ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വേഷം ധരിച്ചുകൊണ്ട് സമയവിളക്കുകളില്ലാതെ ക്ഷേത്ര ദർശനം അനുവദനീയമല്ല. ആയതിനാൽ വേഷം ധരിച്ചിരിക്കുന്ന ഭക്തജനങ്ങൾ നിർബന്ധമായും വിളക്കോടുകൂടി മാത്രമേ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാവൂ എന്നുള്ള വിവരം അറിയിക്കുന്നു. സമയവിളക്കെടുക്കുന്ന ഭക്തജനങ്ങൾ ക്ഷേത്ര ആചാരങ്ങൾ കൃത്യമായി പാലിച്ചും കേരളീയ തനിമയോടുകൂടിയ വസ്ത്രങ്ങൾ ധരിച്ച് മാത്രമേ വിളക്കെടുക്കുവാൻ അനുവദിക്കൂ എന്നുള്ള വിവരം ഭക്യാദരപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. സമയവിളക്കെടുക്കുവാനായി എത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടാൽ പത്തൻകുളങ്ങര ജംഗ്ഷനിൽ ഫ്ലൈ ഓവറിന്റെ താഴ്വശം സൗജന്യ ചികിത്സ ലഭ്യമാണെന്നുള്ള വിവരം എല്ലാ ഭക്തജനങ്ങളെയും ദേവീനാമത്തിൽ അറിയിക്കുകയാണ്. സമയവിളക്ക് മഹോത്സവം കാണുവാനായി എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണുകളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും മോഷണം പോകുവാതെ അവരവർ തന്നെ സൂക്ഷിക്കണം എന്നുള്ള വിവരം അറിയിച്ചുകൊള്ളുന്നു. കരിക്കോട് നിന്നും സമയവിളക്ക് മഹോത്സവം കാണുവാനായി എത്തിച്ചേർന്ന രാജേഷിനെ കാത്ത് സഹോദരങ്ങൾ ഷിജു, കരിക്കോട് നിന്നും സമയവിളക്ക് മഹോത്സവം കാണുവാനായി എത്തിച്ചേർന്ന ഷിജുവിനെ കാത്ത് സഹോദരൻ രാജേഷ്, ക്ഷേത്രത്തിന്റെ വടക്കേ ഗേറ്റ് സമീപം പ്രവർത്തിക്കുന്ന അക്ഷയ മെഡിക്കൽ സെന്ററിന് മുന്നിൽ കാത്തു നിൽക്കുന്നു. ഷിജു എത്രയും പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിന്റെ വടക്കേ ഗേറ്റിന് വടക്കുവശമുള്ള അക്ഷയ മെഡിക്കൽ സെന്ററിന് മുന്നിൽ എത്തിച്ചേരണമെന്ന് അറിയിച്ചുകൊള്ളുന്നു. വടക്കേ ഗേറ്റ് മുന്നിൽ നിൽക്കുന്ന വോളണ്ടിയേഴ്സിന്റെ ശ്രദ്ധയ്ക്ക് വേഷം ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്ന ഭക്തജനങ്ങളെ തടസ്സമില്ലാതെ കയറ്റിവിടണമെന്ന് അറിയിക്കുന്നു. വേഷം ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് വിളക്കുകളുമായി എത്തിച്ചേരുമ്പോൾ തടസ്സമില്ലാതെ ക്ഷേത്രത്തിലേക്ക് കടത്തിവിടണമെന്ന് അറിയിക്കുകയാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ക്ഷേത്ര കോമ്പൗണ്ടിൽ നിൽക്കുന്ന മുഴുവൻ സമയവിളക്കുകളും ഭക്തജനങ്ങളും ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗേറ്റ് വഴി ക്ഷേത്ര മൈതാനിയിലേക്ക് മാറി നിൽക്കണമെന്ന് അറിയിക്കുകയാണ്. സമയവിളക്ക് എടുക്കുവാനായി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക്
സുഗമമായ ദർശനം ലഭിക്കുന്നതിന് വേണ്ടി ദർശനം കഴിഞ്ഞ് ക്ഷേത്ര കോമ്പൗണ്ടിൽ നിൽക്കുന്ന മുഴുവൻ സമയവിളക്കുകളും ഭക്തജനങ്ങളും ദയവായി ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗേറ്റ് വഴി ക്ഷേത്ര മൈതാനിലേക്ക് മാറി നിൽക്കണമെന്ന് അറിയിക്കുന്നു. സമയവിളക്കെടുക്കുവാൻ വേഷം ധരിച്ചുകൊണ്ട് സമയവിളക്കില്ലാതെ ക്ഷേത്ര ദർശനം അനുവദനീയമല്ല. ആയതിനാൽ വേഷം ധരിച്ചിരിക്കുന്ന ഭക്തജനങ്ങൾ നിർബന്ധമായും വിളക്കോടുകൂടി മാത്രമേ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാവൂ എന്നുള്ള വിവരം ഭക്തി ആദരപൂർവ്വം ദേവീനാമത്തിൽ അറിയിച്ചു കൊള്ളുന്നു. From there, left side. ശ്രദ്ധിക്കുക, കേന്ദ്ര ഉത്സവ കമ്മിറ്റി അംഗം കൃഷ്ണകുമാർ ആക്കാടിൽ എത്രയും പെട്ടെന്ന് കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. കേന്ദ്ര ഉത്സവ കമ്മിറ്റി അംഗം കൃഷ്ണകുമാർ ആക്കാടിൽ എത്രയും പെട്ടെന്ന് കേന്ദ്ര ഉത്സവ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. സമയവിളക്ക് മഹോത്സവം കാണുവാനായി എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ ക്ഷേത്ര ഉപദേശ സമിതിയുമായി സഹകരിക്കുക.
ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആയതിനാൽ വേഷം ധരിച്ചുകൊണ്ട് എത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെ കൂടെ ഒരാൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ചമയവിളക്കുകളോ കാക്കവിളക്കുകളോ താലങ്ങളോ ഇല്ലാതെ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നതിനാൽ കടത്തിവിടാൻ സാധ്യമല്ല. ആയതിനാൽ ദർശനത്തിനായി എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെ തിരക്ക് കഴിഞ്ഞതിന് ശേഷം ദർശനത്തിനായി കടന്നു വരാവൂ എന്നുള്ള വിവരം ക്ഷേത്ര ഉപദേശ സമിതി അറിയിച്ചുകൊള്ളുന്നു. ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിളക്കെടുക്കുവാനായി വേഷം ധരിച്ചുകൊണ്ട് എത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെ കൂടെ ഒരാൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അല്ലാത്തവർ സഹകരിക്കുക. വിളക്കെടുക്കുവാനായി വേഷം ധരിച്ചുകൊണ്ട് സമയവിളക്കില്ലാതെ ക്ഷേത്ര ദർശനം അനുവദനീയമല്ല. ആയതിനാൽ വേഷം ധരിച്ചിരിക്കുന്ന ഭക്തജനങ്ങൾ നിർബന്ധമായും വിളക്കോടുകൂടി മാത്രമേ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാവൂ എന്നുള്ള വിവരം അറിയിച്ചുകൊള്ളുന്നു. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ക്ഷേത്ര കോമ്പൗണ്ടിൽ നിൽക്കുന്ന മുഴുവൻ സമയവിളക്കുകളും ഭക്തജനങ്ങളും ദയവായി ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗേറ്റ് വഴി ക്ഷേത്ര മൈതാനിയിലേക്കോ കുഞ്ഞാലുമൂടികളിലേക്കോ മാറി നിൽക്കണമെന്ന് ദേവീ നാമത്തിൽ അറിയിക്കുകയാണ്. സമയവിളക്കെടുക്കുന്ന ഭക്തജനങ്ങൾ ക്ഷേത്ര ആചാരങ്ങൾ കൃത്യമായി പാലിച്ചും കേരളീയ തനിമയോടുകൂടിയ വസ്ത്രങ്ങൾ ധരിച്ച് മാത്രമേ വിളക്കെടുക്കുവാൻ അനുവദിക്കൂ എന്നുള്ള വിവരം ക്ഷേത്ര ഉപദേശ സമിതി അറിയിച്ചു കൊള്ളുന്നു. ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നു. ആയതിനാൽ സമയവിളക്കെടുക്കുവാനായി എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് മാത്രമേ താൽക്കാലികമായി ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുള്ളൂ. അല്ലാത്തവർ സഹകരിക്കണം എന്നുള്ള വിവരം അറിയിച്ചുള്ളതാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ക്ഷേത്ര കോമ്പൗണ്ടിൽ നിൽക്കുന്ന മുഴുവൻ സമയവിളക്കുകളും ഭക്തജനങ്ങളും ദയവായി ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗേറ്റ് വഴി ക്ഷേത്ര മൈതാനിയിലേക്കോ കുഞ്ഞാലുമൂടി നിധി സൈനികളിലേക്കോ മാറി നിൽക്കണമെന്നുള്ള വിവരം അറിയിച്ചുകൊള്ളുന്നു. സമയവിളക്കെടുക്കുന്ന ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് 8 കാഴ്ചകൾ കാണുവാനായി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട ദേവി കുഞ്ഞാലുമൂട്ടിലെത്തി കളത്താട്ടുവയലിലെത്തി കെട്ടുകാഴ്ചകൾ കണ്ട് തിരികെ ക്ഷേത്ര മൈതാനിയിൽ താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്ന വെളുത്തോല പന്തലിൽ കുടികൊള്ളുകയാണ്. വെളുപ്പിനെ 3:30 ആറാട്ടിനായി എഴുന്നള്ളുന്ന ദേവി സമയവിളക്കുകളുമായി കുഞ്ഞാലുമൂട്ടിലും ഇരു സൈഡുകളിലായി അണിനിരക്കുന്ന ഭക്തജന സഹസ്രങ്ങൾക്ക് സർവ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്ത് ക്ഷേത്രത്തിലയിൽ ആറാട്ട് കഴിഞ്ഞതിന് ശേഷം ക്ഷേത്ര മൈതാനിയിൽ താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്ന വെളുത്തോല പന്തലിൽ കുടികൊള്ളുന്നു. പ്രസ്തുത ചടങ്ങ് കണ്ട് കൈവണങ്ങിയാൽ മാത്രമേ സമയവിളക്ക് പൂർണ്ണമാകുന്നുള്ളൂ. ആയതിനാൽ സമയവിളക്കെടുക്കുന്ന ഭക്തജനങ്ങൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗേറ്റ് വഴി ക്ഷേത്ര മൈതാനിയിലേക്കോ ക്ഷേത്രത്തിന് കിഴക്കേശമുള്ള കുഞ്ഞാലുമൂടിയിലേക്കോ മാറി നിൽക്കണമെന്നുള്ള വിവരം ഭക്തിയാദരപൂർവ്വം അറിയിക്കുന്നു. സമയവിളക്കെടുക്കുന്ന ഭക്തജനങ്ങളുടെ ചിത്രങ്ങൾ ക്ഷേത്ര കോമ്പൗണ്ടിൽ മൊബൈൽ ഫോണുകളിലും ക്യാമറകളിലും പകർത്തുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. ക്ഷേത്ര ഉപദേശക സമിതി നൽകിയ മീഡിയ പാസ് ധരിച്ചവർക്ക് മാത്രമേ ക്ഷേത്ര കോമ്പൗണ്ടിൽ ചിത്രീകരണം അനുവദനീയമുള്ളൂ. അല്ലാത്തവർ ദയവായി ക്ഷേത്ര കോമ്പൗണ്ടിൽ ചിത്രങ്ങൾ പകർത്തണമെന്നുള്ള വിവരം ക്ഷേത്ര ഉപദേശ സമിതി അറിയിച്ചിരുന്നു. മുടി പിടിച്ചില്ല.
മുന്നോട്ട് മാറിക്കൊടുക്കേ. ഇവിടെ വന്ന് കത്തിച്ചിട്ട് നേരെ കൊണ്ടുപോകും. അങ്ങോട്ടോടെ ശ്രദ്ധിക്കുക, പുലിയിൽ സംഘടിച്ചു നിന്ന ജിത്തു കിട്ടു എന്നിവർ കുരുത്തോല പന്തലിന്റെ അടുത്തെത്തിച്ചിട്ടുണ്ടെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രദ്ധിക്കുക, പുലിയില് സംഘടിച്ചു നിന്ന ജിത്തു കിട്ടു എന്നിവർ കുരുത്തോല പന്തലിന്റെ അടുത്തെത്തിച്ചിട്ടുണ്ടെന്ന് അഭ്യർത്ഥിക്കുന്നു. മുന്നോട്ട് നീങ്ങിക്കൊണ്ടു, മുന്നോട്ട് നീങ്ങിക്കൊണ്ടു. അമ്മ ഇച്ചിരി മാറിക്കൊടമ്മ. ശ്രദ്ധിക്കുക, ശക്തികുളയിൽ നിന്ന് വന്ന അച്ചുവിനെ കാത്ത് നന്ദു കേന്ദ്ര ഉത്സവ കമ്മിറ്റി ഓഫീസിനടുത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. മുന്നോട്ട് നീങ്ങണേ, ഇച്ചിരി മുന്നോട്ട് നീങ്ങി. അവിടെ തൊഴുതടിച്ചിട്ട് മുന്നോട്ട് മാറണേ. ഇച്ചിരി മുന്നോട്ട് മാറണേ. അവിടെ ഇച്ചിരി മുന്നോട്ട് മാറണേ, ഇച്ചിരി മുന്നോട്ട് മാറണേ, മുന്നോട്ട് മാറണേ. ഹലോ, കുറച്ച് മുന്നോട്ട് മാറി, കുറച്ച് മുന്നോട്ട് മാറിക്കൊള്ളു. കുറച്ച് മുന്നോട്ട് മാറിക്കൊടുക്കേ. അവിടെ കുറച്ച് മുന്നോട്ട് മാറിക്കൊടേ. ശ്രദ്ധിക്കുക, ക്ഷേത്ര കോമ്പൗണ്ട് കൂടി നിൽക്കുന്ന ഭക്തജനങ്ങൾ കിഴക്കേ ഗേറ്റ് വഴി പുറത്തേക്ക് ഇറങ്ങേണ്ടതാണ്. ക്ഷേത്ര കോമ്പൗണ്ടിൽ കൂടി നിൽക്കുന്ന ഭക്തജനങ്ങൾ കിഴക്കേ ഗേറ്റ് വഴി പുറത്തേക്ക് ഇറങ്ങേണ്ടതാണ്.
ക്ഷേത്ര കോമ്പൗണ്ടിൽ കൂടിക്കുന്ന ഭക്തജനങ്ങൾ കിഴക്കേ ഗേറ്റ് വഴി പുറത്തിറങ്ങേണ്ടതാണ്. എന്നാൽ മാത്രമേ വടക്കേ ഗേറ്റിൽ ആളിനെ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. മുന്നോട്ട് മാറിക്കൊടുക്കണം, മുന്നോട്ട് മാറിക്കൊടുക്കും. ഹലോ, അതിലേക്ക് ശ്രീകോവിലൂടെ അമ്പലത്തിന് മുമ്പിൽ നിൽക്കുന്ന ഭക്തജനങ്ങളാണ്. എന്നാൽ മാത്രമേ വടക്കേ ഗേറ്റിൽ ഭക്തജനങ്ങളെ അകത്തേക്ക് പ്രവേശിക്കാൻ പോകാൻ പറ്റും. അതിലേ കയറി ഇതിലേ ഇറങ്ങുവാണെങ്കിൽ ഒരു പ്രശ്നമില്ല. അത് ആ പൈസ ഞാൻ എടുത്ത് ഇതിനകത്തോട്ട് ഇട്ടേരെ, ഇതിനകത്തോട്ട് ഇട്ടേരെ, ഇതിനകത്തിട്ട് ഇട്ടേരെ. ഇച്ചിരി മുന്നോട്ട് മാറിക്കൊടുക്കും, മുന്നോട്ട് മാറിക്കൊടുക്കും. തീ നോക്കണേ, തീ നോക്കണേ, തലയിൽ മുട്ടാൻ നോക്കണേ. നിങ്ങൾക്ക് അപ്പുറത്തൂടെ പോയി തൊടാൻ, ഇതിലേ കയറി പോയി തൊടാറുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് കളിക്കുന്ന അതിലേ പോയി തൊടാൻ കുഴപ്പമില്ല, അതിനെ പിടിച്ചോളൂ. ഇച്ചിരി മുന്നോട്ട് മാറി, ഇച്ചിരി മുന്നോട്ട് മാറിക്കോളൂ, ഇച്ചിരി മുന്നും. തൊടാനാണ് ഇതിലേക്ക് ഇച്ചിരി മുന്നോട്ട് പോയി. എങ്ങോട്ട് പോനെ? കത്തിക്കാനാ. അപ്പം ഇതിലേ പോകും, ഇതിലേ അങ്ങോട്ട് കയറുമ്പോൾ അവിടെ വിളക്കുണ്ട്. ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ വൻ തിരക്ക് അനുഭവപ്പെടുന്നു. ആയതിനാൽ സമയവിളക്കെടുക്കുവാനായി എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് മാത്രമേ താൽക്കാലികമായി ക്ഷേത്രത്തിൽ പ്രവേശനമുള്ളൂ എന്നുള്ള വിവരം അറിയിക്കുകയാണ്. ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നു. ആയതിനാൽ സമയവിളക്കെടുക്കുവാനായി വേഷം ധരിച്ചവർക്ക് മാത്രമേ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനമുള്ളൂ എന്നുള്ള വിവരം ദേവി നാമത്തിൽ അറിയിക്കുകയാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ക്ഷേത്ര കോമ്പൗണ്ടിൽ നിൽക്കുന്ന മുഴുവൻ സമയവിളക്കുകളും ഭക്തജനങ്ങളും ദയവായി ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗേറ്റ് വഴി ക്ഷേത്ര മൈതാനിലേക്ക് മാറി നിൽക്കണം എന്നുള്ള വിവരം അറിയിക്കുന്നു. ദർശനത്തിനായി എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം ലഭിക്കുന്നതിന് വേണ്ടി ദർശനം കഴിഞ്ഞ് ക്ഷേത്ര കോമ്പൗണ്ടിൽ നിൽക്കുന്ന മുഴുവൻ സമയവിളക്കുകളും ഭക്തജനങ്ങളും ദയവായി ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗേറ്റ് വഴി ക്ഷേത്ര മൈതാനിലേക്ക് മാറി നിൽക്കണമെന്നുള്ള വിവരം അറിയിക്കുകയാണ്. വിളക്കെടുക്കുവാനായി വേഷം ധരിച്ചുകൊണ്ട് സമയവിളക്കുകളില്ലാതെ ക്ഷേത്ര ദർശനം അനുവദനീയമല്ല. ആയതിനാൽ വേഷം ധരിച്ചിരിക്കുന്ന ഭക്തജനങ്ങൾ നിർബന്ധമായും വിളക്കോടുകൂടി മാത്രമേ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാവൂ എന്നുള്ള വിവരം ദേവീ നാമത്തിൽ അറിയിക്കുകയാണ്. സമയവിളക്കെടുക്കുന്ന ഭക്തജനങ്ങൾ 100 രൂപയുടെ സംഭാവന കൂപ്പൺ ക്ഷേത്രത്തിന്റെ വടക്കേ ഗേറ്റിന് സമീപമുള്ള കേന്ദ്ര ഉത്സവ കമ്മിറ്റി ഓഫീസിൽ നിന്നോ കുറിപ്പുകളുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന വോളണ്ടിയേഴ്സിന്റെ കൈകളിൽ നിന്ന് വാങ്ങണമെന്നുള്ള വിവരം അറിയിക്കുന്നു. സമയവിലക്കെടുക്കുന്ന ഭക്തജനങ്ങൾ ക്ഷേത്ര ആചാരങ്ങൾ കൃത്യമായി പാലിച്ചും
ക്ഷേത്ര ഉപദേശക സമിതി അറിയിച്ചുകൊള്ളുന്നു. ക്ഷേത്ര ദർശനത്തിനായി എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം ലഭിക്കുന്നതിന് വേണ്ടി ക്ഷേത്രത്തിന്റെ വടക്കേ ഗേറ്റ് സമീപം കൂട്ടം പോലെ നിൽക്കുന്ന ഭക്തജനങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കണം എന്നുള്ള വിവരം അറിയിച്ചുകൊള്ളുന്നു. സമയവിളക്കെടുക്കുവാനായി വേഷം ധരിച്ചുകൊണ്ട് എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം ലഭിക്കുന്നതിന് വേണ്ടി ഭക്തജനങ്ങൾ ദയവായി അവിടെ നിന്നും മാറിക്കൊടുക്കണമെന്നുള്ള വിവരം അറിയിക്കുന്നു. വിളക്കെടുക്കുവാനായി വേഷം ധരിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനത്തിനായി എത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെ ചിത്രങ്ങൾ മൊബൈൽ ഫോണുകളിലോ ക്യാമറകളിലോ പകർത്തുന്നത് ക്ഷേത്ര കോമ്പൗണ്ടിലും ഭദ്രമഠത്തിലും കർശനമായി നിരോധിച്ചിരിക്കുന്നു. ക്ഷേത്ര ഉപദേശക സമിതി നൽകിയ പാസുകൾ ധരിച്ചവർക്ക് മാത്രമേ ചിത്രീകരണം അനുവദനീയമുള്ളൂ. അല്ലാത്തവർ ദയവായി ദർശനത്തിനായി എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന രൂപത്തിൽ സമയവിളക്കുകളുടെ ചിത്രങ്ങൾ പകർത്തുന്നത് ക്ഷേത്ര ഉപദേശക സമിതി ക്ഷേത്ര കോമ്പൗണ്ടിലും ഭദ്രമഠത്തിലും കർശനമായി നിരോധിച്ചിരിക്കുന്നു.